ഇന്ന് പ്രവേശനോത്സവമാണല്ലോ. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. നിരവധിയായിട്ടുള്ള പുതിയ കുട്ടികൾ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി എത്തിച്ചേരുന്ന കുട്ടികൾക്കും അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ചയിൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്കുമെല്ലാം എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം എൻ്റെ ബഹുമാന്യരായിട്ടുള്ള അധ്യാപക സമൂഹത്തോടുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. പാഠ്യപദ്ധതി ഏതുമാകട്ടെ, കുട്ടികൾ അക്ഷരം പഠിക്കുന്നത്, അക്ഷരം ഉറയ്ക്കുന്നത്, നന്നായിട്ട് അക്ഷരങ്ങൾ കൂട്ടി വായിക്കുന്നത് ഒരു തെറ്റല്ല. നമ്മുടെ സ്കൂളുകളിൽ സാധാരണ കുട്ടികൾ പഠിക്കുന്നത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളാണ്. എത്ര തന്നെ ഭാഷകൾ പഠിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഈ 3 ഭാഷകളിൽ കുട്ടികൾ അക്ഷരമുറയ്ക്കുന്നതിനും അക്ഷരങ്ങൾ നന്നായിട്ട് ചേർത്ത് വായിക്കുന്നതിനും പരമാവധി അക്ഷരത്തെറ്റുകളില്ലാതെ ഈ 3 ഭാഷയും എഴുതാൻ കഴിയുന്ന വിധത്തിലും കുട്ടികളെ വളർത്തിയാൽ അത് നന്നായിരിക്കും. അതുപോലെ തന്നെ കണക്കിലൊക്കെ സങ്കീർണമായിട്ടുള്ള പല പാഠഭാഗങ്ങളും കുട്ടികൾ പഠിക്കും. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ആ എൻചുവടിയൊക്കെ ഒന്ന് പഠിപ്പിക്കുന്നത് ഒരു പഴഞ്ചൻ രീതിയായി കാണരുത്. അത് കണക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ സഹായകരമായിരിക്കും. പുതിയ രീതികളോടൊക്കെ അനുഭവമുണ്ട്. മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷേ മാറ്റങ്ങളുടെ പേരിൽ കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ, അവരെ അക്ഷരമുറപ്പിക്കുന്ന കാര്യത്തിൽ, അതുപോലെ അവർക്ക് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് അത്യാവശ്യം കണക്കൊക്കെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ പഠിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ പഠിപ്പിക്കണം. പിന്നെ നന്നായിട്ട് കുട്ടികൾക്ക് വായിക്കാൻ പറ്റണം. പ്രത്യേകിച്ച് മലയാള ഭാഷയിലെങ്കിലും ഒരക്ഷരവും തെറ്റാതെ എഴുതാൻ ഉള്ള പരിശീലനം കൂടി അവർക്ക് കൊടുക്കണം. അല്ലാതെ എത്ര ഫുൾ A+ കിട്ടി എന്നുള്ളതിൽ മാത്രമല്ല കാര്യം എന്നുള്ള കാര്യം അധ്യാപകരും രക്ഷകർത്താക്കളും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വർഷങ്ങളായി സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.